യെഹെസ്കേൽ പ്രവചനം, എസേക്കിയേൽ ദീർഘദർശനം. ഇന്നലെ ശബന്യാവൊക്കെയാ പറഞ്ഞ എല്ലാം നോട്ട് ചെയ്തോ. യെഹെസ്കേൽ 36 എസേക്കിയേൽ 36 24ാമത്തെ വാക്യം വായിച്ചാട്ടൊന്ന് കുഞ്ഞേ. 24வது வசனத்தை வாசிக்கலாம். நான் உங்களை புறஜாதிகளிடத்திலிருந்து அழைத்து വാക്യം ഞാൻ ഉങ്ങളെ ഒന്ന് നല്ലതുപോലെ ക്ലിയർ ആയിട്ട് വായിച്ചാലോ മക്കളെ. புறஜாதிகளிடமிருந்து அழைத்து ഉങ്ങളെ സകല ദേശങ്ങളിലിருந்து சேர்த்து. എല്ലാ ദേശങ്ങളിൽ നിന്ന് കോവിഡ് കാലത്ത് യഹൂദനെ ശേഖരിക്കുക. അടുത്തത് ഉങ്ങൾ സുയദേശത്തുക്ക് ഉങ്ങളെ കൊണ്ടുവരുവേൻ. മതി. ഒന്ന് മലയാളം ഒന്ന് പറഞ്ഞാട്ട് പാസ്റ്റർ ഇതിന്റെ ആ കുഞ്ഞു വായിക്കുമ്പോൾ. പറഞ്ഞോ ഒന്ന് മലയാളം ഒന്ന് പറഞ്ഞാട്ടെ. ഈ തമിഴിലൊന്ന് വായിച്ചാട്ടെ. ஒன்று கூட வாசிக்கிறேன். நான் உங்களை புறஜாதிகளிடத்திலிருந்து அழைத்து. അതിന്റെ മലയാളം ആമേൻ. ജാതികളിൽ ലോക ജാതികളിൽ നിന്ന് വിളിച്ചു വരുത്തും. അടുത്തത് സകല ദേശങ്ങളിലുമിരുന്ന് ചേർത്ത്. കോവിഡിന്റെ പരിസമാപ്തിയിൽ ലോക ദേശങ്ങളിൽ നിന്ന് യഹൂദനെ അവൻ കൂട്ടാൻ പോവുക. അടുത്തത് കോവിഡിന്റെ முடிவுல உலக நாடுகளில் இருந்து கர்த்தர் அவர்களை கொண்டு சேர்க்க போகிறார். ഞാൻ ഇന്നലെ ലോക്ക്ഡൌണിനെ പറ്റി നിങ്ങളോട് പറഞ്ഞില്ലേ? நான் நேற்றைக்கு லாக்டவுனை பற்றி உங்களுக்கு சொன்னேன். ബൈബിളിനകത്ത് ക്വാറന്റൈനെ പറ്റി ശബന്യാവി കൂടി പറഞ്ഞില്ലേ? ആമേൻ. ക്വാറന്റൈനെ പറ്റി ചെപ്പന്യാവിൽ എടുത്ത് சொன்னேன். ഈ പ്രവചനം ഇപ്പോൾ നടന്നിരിക്കുന്നത്. ആമേൻ. இந்த தீர்க்கதரிசனம் தான் இப்போது நடந்திருக்கிறது. അതുകൊണ്ട് പാസ്റ്റർ സജു ചാത്തന്നൂർ എന്ന് പറയുന്നു. ஏன் பாஸ்டர் சஜு சாத்தனூர் இதை சொல்லுகிறார்? അമേരിക്ക യഹൂദന്റെ ഏറ്റവും നല്ല പട്ടണം. ആമേൻ. അമേരിക്ക യൂതനുடைய மிக நல்ல പട്ടണം. അവിടുത്തെ ഏറ്റവും വലിയ പട്ടണം വാൾ സ്ട്രീറ്റ്. ആമേൻ. അங்குള്ള மிக நல்ல പട്ടണം വാൾ സ്ട്രീറ്റ്. കുഞ്ഞുങ്ങളെ കേട്ടോണ്ടിരിക്കണം. പിള്ളേകൾ ഗവനിங்க. വേറെ ആരും ഇതൊന്നും വന്ന് പറയത്തില്ല. വേറെ ആരും ഇത് சொல்ல മാட்டாங்க. വാൾ സ്ട്രീറ്റ് മുഴുവൻ യഹൂദന്റെ കയ്യില്. ആമേൻ. വാൾ സ്ട്രീറ്റ് മുഴുവൻ യൂതനുடைய കരങ്ങളിൽ. ലോകത്തിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്ന യഹൂദൻ. ആമേൻ. ഉലകത്തിലെ തങ്ക വിലയെ നിർണ്ണയിക്കുന്നത് യൂതൻ. റഫാലിന്റെ യുദ്ധവിമാനം യഹൂദൻ. റഫേൽ യുദ്ധവിമാനം യൂതനുടേത്. പണത്തിന്റെ UAE എക്സ്ചേഞ്ച് സെന്ററും മേടിക്കാൻ പോകുന്നു. ആമേൻ. UAE എക്സ്ചേഞ്ച് എല്ലാം അവനെ വാങ്ങ പോകുகிறார். എല്ലാം മേടിക്കാൻ പോവാ. എല്ലാവற்றையும் അവൻ വാങ്ങ പോകുகிறார். ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ കമ്പനി IBM. ആമേൻ. ഉലകത്തിലെ മികപ്പെരിയ കമ്പ്യൂട്ടർ കമ്പനി IBM. കമ്പനി ഷെൽ. ആമേൻ. എണ്ണ കമ്പനി ഷെൽ. ഇതെല്ലാം കോവിഡ് കഴിഞ്ഞപ്പോൾ കോവിഡ് മുടിയുമ്പോൾ സൗദി അറേബ്യയുടെ ഏറ്റവും ബോർഡർ അൽകോബാർ. സൗദി അറേബ്യയുടെ ബോർഡർ അൽകോബാർ. സൗദി അറേബ്യയുടെ ബോർഡർ ആയിരിക്കக்கூடிய അൽകോബാർ കഴിഞ്ഞ ചെങ്കടലിന്റെ മറുകര കാണാം ഏലാത്ത്. ഇന്നത്തെ ഏലാത്ത് താഴ്വര. ആമേൻ. அந்த അൽകോബാറിലിருந்து ചെങ്കടലുக்கு அந்த பக்கமுள்ள ஏலாத்து பள்ளத்தாக்கை பார்க்கலாம். ഇന്ന് ഞാൻ രാവിലെ ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഏലാത്ത് താഴ്വരയാണ് എന്ന് ഇസ്രായേൽ പറയുന്ന ഏലാത്ത്. ആമേൻ. ഇന്നേക്ക് കാലയിൽ சொன்னதுപോലെ ദാവീദും ഗോലിയാത്തും സന്ധിച്ച ഇടം தான் இந்த ஏலாத் பள்ளத்தாக்கு. നിങ്ങൾ ചരിത്രം കേട്ടോണം. ദേവപിള്ളകൾ ചരിത്രത്തെ കേളുங்க. അവിടെ ഏക്കർ കണക്കിന് ഭൂമി, അങ്ക ഏക്കർ കണക്കിന് ഭൂമി യഹൂദൻ വികസിപ്പിച്ചു. യൂതൻ அதை വളർത്തി இருக்கிறார். IBM അത് കഴിഞ്ഞിട്ട് ഷെൽ ഓയിൽ കമ്പനി, அதற்கு பின்பு ഷെൽ ഓയിൽ കമ്പനി, മൈക്രോസോഫ്റ്റിന്റെ യൂണിറ്റുകൾ, മൈക്രോസോഫ്റ്റിനുடைய നിறுവനങ്ങൾ, അമേരിക്കയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സകല മെഡിക്കൽ കമ്പനി യഹൂദന്റെ എല്ലാ സ്വന്തം ദേശത്തേക്ക് വരാൻ പോകുന്നു. അമേരിക്കയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ യൂതനുடைய മരുന്ന് കമ്പനികളും സ്വന്തം ദേശത്തിൽ മാറാൻ പോകുന്നത്. 2600 കൊല്ലം മുമ്പ്, 2600 വർഷങ്ങൾക്ക് മുന്നേ എസേക്കിയേൽ കേബാർ നദീതീരത്തിരുന്ന കേബാർ നദീകരയിലിരുന്ന് ഊസിയുടെ മകനായ എസേക്കിയേൽ എഴുതി. അവൻ ഊസിയുടെ മകനായ എസേക്കിയേൽ എഴുതുന്നത്, എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ ദേവപിള്ളകളെ, യൂദൻ സ്വന്തം ദേശത്ത് മടങ്ങി വരും. യൂദൻ സ്വന്തം സുയദേശത്തേക്ക് തിരികെ വരും. അവനെ ജാതികളിൽ നിന്ന് ദൈവം ശേഖരിക്കുക. അവനെ ജാതികളിൽ നിന്ന് കർത്തർ അழைப்பார். പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് അവൻ മടങ്ങി വരും. പാലും തേനും ഓടുകിற കാനാൻ ദേശത്തിൽ തിരുമ്പി വരുവാൻ. ഇപ്പൊ കണ്ടില്ലേ കോവിഡിന്റെ പരിസമാപ്തിയിൽ? ഇപ്പൊ അതെല്ലാം പാത്തീங்களே കോവിഡ്ക്ക് முடிവില്. കഴിഞ്ഞ ദിവസത്തിൽ ആമേൻ. കടന്ന നാളില് എയർ ഇസ്രായേൽ ഇസ്രായേലിന്റെ പ്ലെയിൻ കമ്പനി, ഇസ്രായേലിന്റെ വിമാന കമ്പനി, അമേരിക്കയിൽ നിന്ന് കോവിഡ് വന്ന ആൾക്കാർ മരിച്ചപ്പോൾ യഹൂദൻ സ്വന്തം ദേശത്തേക്ക് കയറി. ആമേൻ. അമേരിക്കയിലെ കോവിഡിനാല് ആൾക്കാർ മരിച്ചപ്പോൾ അവൻ സ്വന്തം ദേശത്തേക്ക് പോയി. 7 months 5 ലക്ഷം അമേരിക്കൻ യഹൂദന്മാർ കയറി കഴിഞ്ഞു. 7 മാസത്തിൽ 5 ലക്ഷം യൂതர்கள் திரும்பி இருக்கிறார்கள். 7 മാസത്തിൽ 5 ലക്ഷം പേര് പോരുന്നു. 7 മാസത്തിൽ 5 ലക്ഷം യൂതர்கள் திரும்பி இருக்கிறார்கள். They are wind up the whole business in America. അമേരിക്കയിലെ എല്ലാ ബിസിനസ്സൈയും നിർത്തി വിട്ടാர்கள். ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി, ആമേൻ, ഉലകത്തേക്ക് ഗവനിക്കக்கூடிய നഗരമായി മധ്യപകുതിയായി ഇസ്രായേൽ മാറാൻ പോവുകയാണ്. നടുപകുതിയായി ഇസ്രായേൽ മാറാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ அப்படியானால் യഹൂദൻ മടങ്ങി വന്നാൽ, യൂദൻ തിരുമ്പി വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? എന്നെ സംഭവിക്കും? അവന് വേണ്ടി ഒരു ആലയം പണിയും. അവനുക്കായി ഒരു ആലയം കട്ടുവാൻ. വായിക്കാം. ആലയം പണിയുമോ? ആമേൻ. വാസിക്കലാം. ആലയം കട്ടപ്പെടുമോ? വിശുദ്ധ വെളിപ്പാട് പുസ്തകം പരിശുദ്ധ വെളിപ്പെടുത്തുന്ന വിശേഷം 6-ാം അധ്യായം 6-ാவது അധികാരം 1-2 വാക്യങ്ങൾ. 1-2 വചനങ്ങൾ. ഇനി പ്യുവർ ചരിത്രം, വചനം, സയൻസിലേക്ക് കയറുകയാണ്. ഇനി ശുദ്ധമായ വസനം, ചരിത്രം, വിജ്ഞാനത്തെ പറ്റി ചൊല്ല പോകും. വായിക്കാം മോളെ. വെളിപ്പാട് 6:1-2. ആട്ടുകുട്ടിയാനവർ മുദ്രകളിൽ ഒன்றை ഉടയ്ക്ക കണ്ടേൻ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ அப்பொழுது 4 ஜீவன்களில் ஒன்று என்னை நோக்கி நீ வந்து பார் என்று இடிமுழக்கம் போன்ற சத்தமாய் சொல்ல கேட்டேன். കേട്ടേ? நான்
பார்த்தபோது இதோ ஒரு வெள்ளை குதிரையை ഒരു വെള്ളക്കുതിര. അടുത്തത് அதன் மேல் ஏறி இருந்தவன் അതിന്മേലിരിക്കുന്നവൻ ആന്റി ക്രൈസ്റ്റ്. അടുത്തത് வில்லை பிடித்திருந்தான். ഒരു വില്ല് അവന് കിട്ടി, ലോകത്തിന്റെ ഭരണാധികാരിയായി. അടുത്തത് அவனுக்கு ആ ஒரு கிரீடம் கொடுக்கப்பட்டது. ഒരു സിംഹാസനവും കിട്ടി. ഇത്രയെല്ലാം ഉള്ളു. அவன் ஜெயிக்கிறவனாகவும் അവൻ ജയിക്കുന്നവനായും ஜெயிப்பவனாகவும் புறப்பட்டான். ജയിപ്പാനായും പുറപ്പെട്ടു. തമിഴ് ബൈബിൾ ക്ലിയർ. ஆமென். தமிழ் வேதாகமம் தெளிவாய் சொல்லுகிறது. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ஆட்டுக்குட்டியானவர் முத்திரையின் ஒன்றை உடைத்த போது 7 സഭ, 7 சபைகள், 7 കാഹളം, 7 எக்காலம், 7 മുദ്ര, 7 முத்திரை, എല്ലാം വെളിപ്പാടാ. இதெல்லாம் வெளிப்படுத்தின விசேஷம். ഒന്നാമത് സഭ എടുക്കപ്പെട്ടാൽ, முதலாவது சபை எடுக்கப்பட்டால் ഒരു വെള്ളക്കുതിരയോ, വെള്ളക്കുതിര സമാധാനത്തിന്റെ പുറമോടി, ஆமென், சமாதானத்தின் முன்னோடியாய் ஒரு வெள்ளை குதிரை, വെള്ളക്കുതിര അവൻ എഴുന്നേറ്റ് വരും. அவன் எழும்பி வருவான். അവന്റെ പേര് ആന്റി ക്രൈസ്റ്റ്. அவனுடைய பேர் அந்தி கிறிஸ்து. ആ ആന്റി ക്രൈസ്റ്റ് എഴുന്നേറ്റ് വന്നാൽ அந்த அந்தி கிறிஸ்து எழும்பி வந்தால் അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. அவனுடைய கரங்களில் ஒரு வில் உண்டு. അവന്റെ കയ്യിൽ ഒരു വില്ല് മാത്രമല്ല, അവനൊരു സിംഹാസനവും കിട്ടും. அவனுக்கு வில் மட்டுமல்ல, அவனுக்கு ஒரு சிங்காசனமும் கிடைக்கும். അതാ വൺ വേ വേൾഡ് ഓർഡർ. அதுதான் ஓர் உலக அரசாட்சி. തീർന്നില്ല മക്കളെ. அதோடு முடியவில்லை. അവൻ ജയിക്കുന്നവനായി ജയിപ്പാനായി அவன் പുറപ്പെട്ടു. ஜெயிக்கிறவனாகவும் ஜெயிப்பவனாகவும் புறப்பட்டான். ശ്രദ്ധയോടെ ഇരിക്കണം. இனி எல்லாரும் நன்றாய் கவனிங்க. ഇത് ഈ പിശാചിന് ഈ അന്ത്യകാലം പറയുന്നത് ഇഷ്ടമല്ല. இந்த கடைசி நாட்களை குறித்து சொல்லுகிறது பிசாசுக்கு விருப்பம் இல்ல. അവന് ഇഷ്ടമല്ല. அவனுக்கு விருப்பம் இல்ல. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ஆகவே நீங்க கவனமா இருங்க. എന്റെ പ്രിയ ദൈവമക്കളെ, எனக்கு பிரியமான தேவ பிள்ளைகளே, ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ആഗോള താപനമല്ല. ஆமென். இன்னைக்கு உலகத்துல மிகப்பெரிய பிரச்சனை அந்த ഗ്ലോബൽ വാർമിംഗ്. ஆமென், காற்று மாசுபடுகிறது அல்லது அதல்ல. ആഗോള താപനമല്ല. ஆமென். காற்று மாசுபடுகிறது அல்ல. வெப்பமயமாகுதல் அல்ல. കമ്പ്യൂട്ടർ പ്രശ്നമല്ല. கம்ப்யூட்டர் பிரச்சனை அல்ல. സാപ്പാടിന്റെ കുഴപ്പമല്ല. ஆகார பிரச்சனை அல்ல. പെട്രോളിന്റെ വിലയല്ല. பெட்ரோலுடைய விலை அல்ல. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം യഹൂദനാലയമില്ല. இன்னைக்கு உலகத்துல பெரிய பிரச்சனையே யூதனுக்கு தனியாக ஆலயம் இல்லை. AD 30 യേശു ആലയത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പറഞ്ഞു, கிறிஸ்துவுக்கு பின் 30 இயேசு ஆலயத்திலிருந்து இறங்கி போகும்போது சொன்னார், മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. இது ஒரு கல்லின் மேல் ஒரு கல்லிராதபடி இடிக்கப்படும். AD 70 റോമിന്റെ കൈസറായിരുന്ന ரோமனுடைய ராயனாயிருந்த ടൈറ്റസ് സെക്കൻഡ്, ஆமென், டைட்டஸ் செகண்ட் என்பவர் ആലയത്തെ തകർത്തു. அந்த ஆலயத்தை இடித்தார். ആനയെ കൊണ്ടുവന്നു. யானையை கொண்டு வந்து ആലയത്തിന്റെ കല്ലുകൾ മുഴുവൻ ഇടിച്ചു മാറ്റി കളഞ്ഞു. யானையை வைத்து அந்த கீழே இருந்த கல்களை வரைக்கும் உழுது மாற்றினார். ഇന്ന് രണ്ടേ കാര്യങ്ങളെ യെരുശലേമിലുള്ളൂ. இன்னைக்கு ரெண்டே காரியங்கள் தான் எருசலேமில். ഒന്ന് വിലാപമതിൽ, ஒன்று ஆமென் പുലമ്പലിൻ മതിൽ, രണ്ട് ആദ്യ യേശു കയറിയ വാതിൽ, ரெண்டு இயேசு ஏறி போன வாசல், കിഴക്കേ വാതിൽ, கிழக்கு வாசல். ഇന്ന് രാത്രി இன்றைக்கு இரவில் കോവിഡിന്റെ പരിസമാപ്തിയിൽ ஆமென், கோவிடுக்கு மத்தியில் എസക്കേൽ തൊട്ടുവച്ചു. எசேக்கியேல் தொட்டிருக்கிறார். യഹൂദൻ മടങ്ങി വരും. யூதன் திரும்பி வருவார். അവന്റെ ബിസിനസ് എല്ലാം നടക്കും. அவனுடைய தொழில்கள் நடக்கும். ലാസ്റ്റ് നിങ്ങൾ കേൾക്കുമ്പോൾ ഇതിന്റെ കാര്യം പിടികിട്ടും. கடைசியில் இதை கேட்கும்போது ஒரு காரியம் புரியும். അങ്ങനെയെങ്കിൽ அப்படியானால் അവന് വേണ്ടി ഒരു ആലയം പണിയും. அவனுக்காய் ஒரு ஆலயத்தை கட்டுவார். ഒന്നാമത്തെ ആലയം முதலாவது ஆலயம் സമാഗമന കൂടാരം. ஆமென், ஆசரிப்பு கூடாரம். പ്രാകാരം, ஆமென், அதுல பிரகாரம், വിശുദ്ധ സ്ഥലം, பரிசுத்த ஸ்தலம், അതിവിശുദ്ധ സ്ഥലം. மகா பரிசுத்த ஸ்தலம். എന്തുകൊണ്ടുണ്ടാക്കി? ஏன் இதை உண்டாக்குகிறார்? കതിരമരം കൊണ്ട്. ஆமென், கேதுரு மரத்தால். അത് തകർന്നു പോയി. அது உடைந்து போனது. രണ്ടാമത്തെ ആലയം, இரண்டாவது ஆலயம் ശലോമോന്റെ ആലയം, சாலமோனின் ஆலயம். നെബൂഖദ്നേസർ തകർത്തു. நேபுகாத்நேச்சார் அதை உடைத்தார். അത് പോയി. அதுவும் போனது. മൂന്നാമത്തെ ആലയം, மூன்றாவது ஆலயம் കോരസ് എന്ന രാജാവിനെ കൊണ്ട് கோரேஸ் என்ற ராஜாவினால் വീണ്ടും അത് പണിഞ്ഞു. மறுபடியும் கட்டப்பட்டது. ആ ഭരണം മാറിയപ്പോൾ அதுவும் அந்த ஆட்சி மாறின போது ഹെരോദാവിന്റെ ഒത്താശയിൽ ஏரோதினுடைய ஒத்தாசையில் 47 വർഷം കൊണ്ട് 47 வருடங்களாய் പണിഞ്ഞ ആലയമാ அந்த கட்டின ஆலயம் യേശു ക്രിസ്തുവിന്റെ ഐതിഹ്യ ജീവിതത്തിൽ തകർന്നത്. இயேசுனுடைய உலக வாழ்க்கைக்கு பின்பு உடைக்கப்பட்டது. ഇന്ന് രാത്രി എന്തുകൊണ്ട് ഞാനിത് പറയുന്നു? இன்னைக்கு இரவுல ஏன் இதை சொல்லுகிறேன்? 11 കാര്യങ്ങൾ യഹൂദന്റെ ആലയത്തിന് വേണ്ടി നടന്നു. 11 காரியங்கள் யூதனுடைய ஆலயத்திற்காய் நடந்தது. മുഴുവൻ തരാം. முழுவதையும் சொல்லுகிறேன். ഒന്നാമത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, அமெரிக்க ஜனாதிபதி ட்ரம்ப் ടെൽ അവീവ് മാറ്റി ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി. டெல் அவைவா இருந்த இஸ்ரவேலின் தலைநகரத்தை எருசலேமாய் அறிவித்தார். അത് കഴിഞ്ഞു அதற்கு பின்பு അമേരിക്കയുടെ എംബസി 2 அமெரிக்கனுடைய எம்பசி ടെൽ അവീവിൽ നിന്ന് டெல் அவைவ் என்று சொல்லக்கூடிய ജെറുസലേമിലേക്ക് മാറ്റി. எருசலேமுக்கு மாற்றினார். ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ പറയുന്നത് ഞങ്ങളും ടെൽ അവീവിൽ നിന്ന് ജെറുസലേമിലേക്ക് മാറ്റാം. ஆமென். இந்திய பிரதமர் நரேந்திர மோடி சொன்னார், நாங்களும் எருசலேமுக்கு மாற்றுகிறோம். மூன்றாவது ഇസ്രായേൽ ജൂതരാഷ്ട്രം. ஆமென், இஸ்ரவேல் யூத அரசாட்சி. സങ്കീർത്തനം
സങ്കീർത്തനത്തിന്റെ നിവൃത്തി സംഗീതത്തിനുடைய തന്മയിൽ യഹോവ സിയോനോട് കരുണ കാണിക്കുകയും கர்த்தர் சியோனுக்கு இறங்கும்போது അതിന്റെ മതിലുകളെ പണിയുകയും ചെയ്യും. அதனுடைய மதில்களை கட்டி எழுப்பப்படும். എല്ലാം പ്രവചന സങ്കീർത്തനം 113. ஆமென். சங்கீதம் 108:13 எல்லாம் தீர்க்க ഇന്ന് தரிசனம். രാത്രി നാം ഇവിടെ ആയിരിക്കുമ്പോൾ இன்னைக்கு இரவுல நாம் இங்க இருக்கும்போது പള്ളി പണിയാൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ കൊണ്ടുവന്ന് 4 ஆமென் ஆலயம் கட்டும்படி ஒரு கன்ஸ்ட்ரக்ஷன் கம்பெனி கொண்டு வரப்பட்டிருக்கிறது. കമ്പനിയുടെ പേര് ടീം ആൻഡ് ബെയർ കോൺട്രാക്ടിംഗ് കമ്പനി. ஆமென். அந்த கம்பெனியுடைய பேர் தான் டீம் வேர் கான்ட்ராக்ட் கம்பெனி. 5 ஐந்தாவது $70 billion പള്ളി പണിയാൻ മാറ്റിവെച്ചു. ஆமென். 70 லட்சம் கோடி ரூபாய் ஆலயத்திற்காக மாற்றி வைக்கப்பட்டிருக்கிறது. ஆறாவது 200 കുഞ്ഞുങ്ങളെ യഹൂദന്റെ മതഗ്രന്ഥമായ തൽമൂദ് പഠിപ്പിക്കുന്നു. ஆமென். 200 பிள்ளைகளை யூதனுடைய மத நூல்களை படிக்க வைக்கிறார்கள். 7 ஏழாவது ഏറ്റവും വലിയ നിർണായകമായ കാര്യം அது முக்கியமான காரியம். 2006 ஆண்டு യഹൂദന്റെ ഗോത്രത്തിൽ யூதனுடைய கோத்திரத்தில் ഒരു ചുവന്ന പശു റെഡ് അങ്കസ് ஒரு சிவந்த பசு യാഗപീഠത്തിൽ അർപ്പിക്കുവാൻ ஆமென் பலிபீடத்தில் அறுக்கும்படியாய் ഒരു പശു പിറന്നു. ஒரு பசு பிறந்தது. ഇന്ന് ക്ലോണിങ്ങിലൂടെ 300 ചുവന്ന പശുക്കൾ പഴയ നിയമത്തിന്റെ ആരാധന. அதே குளோனிங் மூலமாய் 300 பசுக்களை உருவாக்கி இருக்கிறார்கள். എട്ടാമത്തെ കാര്യം எட்டாவது காரியம் ആന്റി ക്രൈസ്റ്റ് വന്നാൽ அந்தி கிறிஸ்து வந்தார். ജെറുസലേമിൽ ഭരണം പിടിക്കുമ്പോൾ எருசலேமில் ஆட்சி பிடிக்கும் போது ലോക ഭരണാധികാരിയെ കാണുവാൻ இந்த உலக ஆட்சியாளனை பார்க்க ട്രാഫിക് കൂടിയാൽ டிராபிக் அதிகரித்தால் ഒരു കമാൻഡർ ഇസ്രായേൽ വാഴിച്ചു. ஒரு கமாண்டரை இஸ்ரவேல் வாங்கினது. അവന്റെ പേര് റോണിയൽ ഷക്കാർ. ആമേൻ. അവരുടെ പേര് தான் റോണിയൽ സെക്കാർ. അവൻ ബ്രിട്ടൻ സ്കോട്ട്ലൻഡ് പോലീസിൽ നിന്ന് പരിശീലനം നേടിച്ച ഏറ്റവും ഉന്നത കമാൻഡർ ഇന്ന് ഇസ്രായേലിന്റെ പരിപാലകനായി സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നു. അവൻ സ്കോട്ട്ലൻഡിൽ പயிற்சி பெற்ற ஒரு மிகப்பெரிய கமாண்டர். அவன் இஸ்ரவேலுடைய பாதுகாப்புக்காக ஏற்படுத்தப்பட்டிருக்கிறார். തീരാൻ പോവാ ലോകം. ஆமென். உலகம் முடிய போகிறது. അതുകൊണ്ട് എന്നെ ഇന്ന് രാത്രി ഇവിടെ കൊണ്ട് കർത്താവ് ஆகவே தான் പ്രസംഗിപ്പിക്കുന്നത്. கர்த்தர் என்னை கொண்டு இங்கே பிரசங்கம் பண்ண வைக்கிறார். ഒമ്പതാമത്തെ സംഭവം. ஒன்பதாவது சம்பவம் 2018 2018 യഹൂദന്റെ ശബത്തിന്റെ ഫെസ്റ്റിവൽ ഹനീക്ക ഫെസ്റ്റിവൽ. ஆமென். யூதனுடைய பண்டிகை பெருநாள், ஓய்வு நாள் பெருநாள் ஹனிகா ஃபெஸ்டிவல். അന്നൊരു സംഭവം നടന്നു പാസ്റ്റർ. அன்றைக்கு ஒரு சம்பவம் நடந்தது. ഈ പഴയ ദേവാലയത്തിന്റെ ഇപ്പുറത്ത് ஆமென். இந்த பழைய தேவாலயத்துக்கு இப்புறத்தில் ഒരു യാഗപീഠം ഉണ്ടാക്കിയിട്ട് ஒரு பலிபீடத்தை உண்டாக்கி ട്രയലായി ஆமென் அவருக்கு முன்னோட்டமாய் ഒരു ചുവന്ന പശുവിനെ അറുത്തു. 2018 ഡിസംബർ 6. 2018 டிசம்பரில் ஒரு சிவந்த பசுவை பலியிட்டார்கள். പത്താമത്തെ സംഭവം. பத்தாவது சம்பவம் 2019 കഴിഞ്ഞ ഡിസംബറിൽ 2019 கடந்த டிசம்பர் மாதம் നമ്മ കൺവെൻഷൻ കൂട്ടങ്ങൾക്ക് நம்முடைய கன்வென்ஷன் கூட்டங்களுக்கு ഈ മരത്തിനകത്ത് വലിയ വലിയ പോസ്റ്ററൊക്കെ തൂക്കും. மரத்துல பெரிய போஸ்டர்கள் எல்லாம் தொங்க விடுவதுண்டு. ക്രിസ്മസിന് സ്റ്റാർ ഇടുന്നത് പോലെ, இப்ப கிறிஸ்மஸ்க்கு ஸ்டார் போடுகிறது போல ആലയത്തെ പണിവാനുള്ള പോസ്റ്റർ അവർ തൂക്കി. ஆலயம் கட்டப்படும்படியான ஆமென் ஃப்ளக்ஸ் எங்க தொங்க ഈ வைத்தார்கள். മാർച്ചിൽ കോവിഡ് അടിച്ചപ്പോൾ இந்த மார்ச்ல கோவிட் வந்தபோது 11ാമത്തെ സംഭവം 11வது சம்பவம் യഹൂദന്റെ മുഴുവൻ കമ്പ്യൂട്ടറിലും ஆமென் யூதனுடைய முழு கம்ப்யூட்டர்கள் ആലയത്തിന്റെ ബ്ലൂ പ്രിന്റ്, ஆலயத்தினுடைய ப்ளூ பிரிண்ட் அனுப்பப்பட்டது. പെര വെക്കുമ്പോൾ ഫൗണ്ടേഷൻ സഹിതം ഇടുന്നത് പോലെ കെട്ടിടത്തിന്റെ ഇത് മുഴുവൻ പ്രിന്റ് പോലെ ബ്ലൂ പ്രിന്റ്. ஆமென். நாம் வீடு வைக்கும் போது அதற்கு வரைபடம் ஏற்படுத்துவது போல அந்த ஆலயத்தினுடைய ப்ளூ பிரிண்ட் வைத்திருக்கிறார்கள். വചനം ഗഗനത്തോടെ ഇരിക്കണം. வசனத்தை நன்றாய் கவனிங்க. 11 കാര്യങ്ങൾ ഇവിടെ നടന്നു. 11 കാര്യം നടന്നത്. ആന്റി ക്രൈസ്റ്റിന് യേശുവിന് മുന്നായി അന്തി ക്രിസ്തു യേശുவுக்கு முன்னாய் ആര് വന്നു? யார் வந்தது? യേശുവിന് മുന്നായി സ്നാപക യോഹന്നാൻ. യേശുவுக்கு முன்னால யோவான் ஸ்நானகன் வந்தார். അതുപോലെ ആന്റി ക്രൈസ്റ്റിന് മുമ്പായി அதே போல അന്തി ക്രിസ്തുவுக்கு മുன்னால் സിറിയായുടെ അകമ്പടിയോടെ സിറിയാവിനുடைய ഉദവിയോട് ഒരുവൻ ലോകത്തിൽ ഭരണത്തിൽ വന്നു. ഒരുവൻ ഉലക പുഴക്കത്തിൽ വந்தான். അവന്റെ പേരാ തുർക്കിയിലെ പ്രസിഡന്റ് തൊയ്ബ് എർദോഗൻ. அவனுடைய பேர் தான் துர்க்கி பிரதமராக இருக்கிற தொய்பன். ഇങ്ങനെ വല്ലതും കേട്ട വല്ലവരും ഉണ്ടെന്ന് കൈ ഉയർത്താൻ? തുർക്കി പ്രസിഡന്റ് തൊയ്ബ് എർദോഗൻ. ஆமென். இந்த செய்தியை கேட்டவங்க யாராவது உண்டா? துருக்கி பிரதமருடைய பேர் தெரியும்னு சொல்றவங்க கையை தூக்குங்க. നിങ്ങൾ ന്യൂസ് ചാനൽ കാണത്തില്ല. அப்ப தெரியுது, நீங்க நியூஸ் யாரும் பார்க்கறது இல்ல. കർത്താവിന്റെ കർത്തമുത്ത് കണ്ടുകൊണ്ടിരിക്കുക. ஆமென். நீங்க எல்லாம் சீரியல் பார்த்து கொண்டிருக்கிறீங்க. കർത്താവിന്റെ വരവിൽ നിന്റെ മുഖം കറുത്തു പോകും. അതുകൊണ്ട് ഇന്ന് നീ മാനസാന്തരപ്പെട്ടു. அப்படி பல சீரியல்ல பார்த்திருந்தா கர்த்தர் வரும்போது உடைய முகம் கருக்க வேண்டியதுதான். അതുകൊണ്ട് ഇന്ന് മനസ്സിലാക്കിക്കോ. ஆகவே இன்னைக்கு புரிந்து கொள்ளுங்க. തുർക്കിയിലെ തൊയ്ബ് എർദോഗൻ, ஆமென். துருக்கி நாட்டுல தொய்பர் தோகன், ഹാഗിയ சோபியா என்று சொல்லக்கூடியவன் ഏറ്റവും പഴയ ക്രിസ്ത്യൻ ദേവാലയം പിടിച്ചെടുത്തു. ஆமென். அது மிக பழமையான கிறிஸ்தவ தேவாலயத்தை பிடித்திருக்கிறார். രണ്ടാമത്തെ ദേവാലയം പിടിച്ചെടുത്തു. இரண்டாவது ஆலயத்தையும் பிடித்திருக்கிறார். പണ്ട് സിറിയയിൽ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. முன்னால സിറിയാவில் ഒരു ആட்சியாளൻ അവന്റെ இருந்தார். പേര് അന്തിക്കോസ് എപ്പിഫാനോസ്. அவனுடைய பேர் தான் அந்திகோஸ் பிபானோஸ். അവൻ യെരുശലേമിനെ ആക്രമിച്ചവനാ. அவன் எருசலேமை தாக்குதல் நடத்தினவன். ആ യെരുശലേമിനെ ആക്രമിച്ച അന്തിക്കോസ് എപ്പിഫാനോസ് ஆமென். அந்த எருசலேமை ஆக்கிரமித்த அந்திகோஸ் பிபானோஸ் എന്ത് ചെയ്തെന്നറിയാമോ? அவன் என்ன செய்தான் என்றால் ആലയത്തിനകത്ത് പന്നിയെ അടിച്ചിറക്കി.
ஆலயத்திற்குள்ள பண்டிகளை அனுமதித்தான். യഹൂദന് വെറുക്കപ്പെട്ട മൃഗത്തെ കൊണ്ടുവന്നു. யூதன் வெறுக்கிற மிருகத்தை கொண்டு ആ வந்தான். മൃഗത്തെ അറുത്തിട്ട പന്നിയുടെ രക്തം യഹൂദന്റെ വായിൽ. ஆமென். அந்த பண்டியை அறுத்து அந்த இரத்தத்தை யூதருடைய வாயில். തീർന്നില്ല. அதோட முடியவில்லை. അവന്റെ മാംസം മുപ്പല്ലിക്കകത്ത് കുത്തി യഹൂദന്റെ വായിൽ. ஆமென். அந்த மாம்சங்களை அவன் முள்கரண்டிகளால குத்தி அவனுடைய வாயில் வைத்தான். പഴയ സിറിയ എഴുന്നേൽക്കും. ஆமென். அப்படியானால் அந்த பழைய சிரியா எழும்பும். അവൻ തുർക്കിക്ക് പിന്തുണ കൊടുക്കും. அவன் துருக்கி நாட்டுக்கு உதவி செய்வான். അതുകൊണ്ടാണ് ഇന്നത്തെ തൊയ്ബർദോഗൻ ഹാഗിയ സോബിയയും അവിടുത്തെ കത്തോലിക്ക ദേവാലയത്തെ പിടിച്ചടക്കുന്നു. ஆகவேதான் அந்த தொய்பன் அந்த பழைய ஹாகியோஸ் தேவாலயத்தை பிடித்தெடுத்திருக்கிறான். ചൂളമടി തുടങ്ങി. சத்தம் துணிக்க ஆரம்பித்திருக்கிறது. 10 കൊമ്പ് വെളിപ്പെടാറായി. 10 കൊമ്പ് വെളിപ്പെട പോകുന്നത്. അതുകൊണ്ട് തൊയ്ബർദോഗൻ യേശുവിന് മുമ്പ് സ്നാപക യോഹന്നാൻ വന്നതുപോലെ ആന്റി ക്രൈസ്റ്റിന് മുമ്പ് തൊയ്ബർദോഗൻ. ஆகவே தான் யோவான் ஸ்நானகன் இயேசுவுக்கு முன்னோடியா இருந்தது போல அந்தி கிறிஸ்துவுக்கு முன்னோடியா இந்த தொய்பன் இருக்கிறார். പാസ്റ്റർ இனிமேல் வருகிறது அந்தி கிறிஸ்து. അവൻ എന്ത് ചെയ്യും? அவன் என்ன செய்வான்? ആലയം പണിയും. ஆலயம் கட்டுவான். അവൻ വെള്ളക്കുതിരയുടെ സമാധാനത്തിന്റെ പുറമോടി. அவன் சமாதானத்துக்கு அடையாளமாய் பாசாங்கு செய்வான். പിന്നെ ഒരു കാര്യം അവൻ ചെയ്യും. பின்பு ஒரு காரியம் செய்வான். இரண்டாவது ആലയത്തിനകത്ത് ஆலயத்திற்குள்ளே കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും. கம்ப்யூட்டரை கொண்டு வைப்பான். അതിന്റെ പേരാ அதனுடைய பெயர் தான் ശൂന്യമാക്കുന്ന മ്ലേച്ഛത. ஆமென். பாழாக்குகிற அருவருப்பு. പിന്നെ സോഫിയ. ஆமென். சோஃபியா. റാഡ മിത്ര நித்ரா. നീര. കമ്പ്യൂട്ടർ എത്ര എണ്ണം ഇറങ്ങി? സൗദിയിൽ നിന്ന് ഒരു പെണ്ണ് വന്നില്ലേ ഇവിടെ? சவுதியிலிருந்து இறக்குமதி செய்யப்பட்ட ஒரு ரோபோட் இயந்திர மனிதன். അയ്യോ, നിങ്ങൾ ആരും സ്കൂളിൽ പോകുന്നില്ലേ മോള്? நீங்க யார் பள்ளிக்கூடத்துக்குள்ள போகிறது இல்லையா? ഒരു പെങ്കൊച്ചു നാളെ ടി വി വന്ന് പറഞ്ഞില്ലേ, മേരാ നാം സോഫിയ നമസ്തേ ഇന്ത്യ. அவன் திடீரென்று ஒரு பெண் டிவில எல்லாம் விளம்பரப்படுத்தினாங்க. என்ன பேர் சோஃபியா என்று. അവളുടെ പേരാ സൗദിക്കാരി സോഫിയ. அவளுடைய பெயர் தான் சவுதியில இருந்து உருவாக்கப்பட்ட இயந்திர மனுஷி அவள். കഴിഞ്ഞ മാസം അവള് കുവൈറ്റ് വന്നപ്പോ പറയാ, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് റോബോട്ടിന്. ஆமென். அவள் ஒரு ரோபோட்டா இருந்து குவைத்தில் ஒரு முறை சொல்லுகிறாள், எனக்கு திருமணம் செய்ய விருப்பம் உண்டு. കലികാലം. இது வந்து கலிகாலமா இருக்கிறது. അനിയത്തികൾ വന്ന്, அவளுக்கு தங்கைகள் வந்திருக்கிறார்கள். റാഡ മിത്ര നീര എല്ലാം വന്നു. ராடா மித்ரா நீரா என்றெல்லாம் அவைகளுக்கு பெயர். വട്ടിയൂർക്കാവിൽ ഇരിപ്പുണ്ട് ഒരുത്തി. வட்டியூர்காவிலேயும் ஒரு உண்டு. ഇരിപ്പുണ്ട്. அநேகர் இப்படி உண்டு. സാത്താൻ എന്ത് ചെയ്യാ? சாத்தான் என்ன செய்வான்? അവൻ ആലയത്തിനകത്ത് കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും. ஆலயத்திற்குள்ள விதமாய் கணினிகளை வைக்கிறான். എവിടെ ബൈബിളിൽ ഉണ്ടോ? இது வேதத்தில் உண்டா? മത്തായി സുവിശേഷം மத்தேயு സുവിശേഷം 24 യേശു പറഞ്ഞു. 24 യേശു சொன்னது 15 16 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 15 and 16. മത്തായി 24 15 16. மேலும் ആ பாழாக்குகிற அருவருப்பை குறித்து தானியேல் தீர்க்கதரிசி சொல்லி ആ இருக்கிறானே. മോള് ഈ വചനം ഞാൻ വായിക്കുന്ന, ഞാനിത് കാണാതെ പറയാം, പക്ഷെ നിങ്ങളിത് പഠിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് 10 വാക്യം വായിക്കുന്നത്. എല്ലാ തമിഴ് മക്കളും നോട്ട് ചെയ്തോണം. ஆமென். நீங்கள் எல்லாம் இந்த வசனங்களை குறிப்பெழுதி வைத்துக் கொள்ள യേശു வேண்டும். ജനിക്കുന്നതിന് 550 വർഷം മുമ്പ് ദാനിയേൽ പ്രവാചകൻ എഴുതിയ പ്രവചന യേശു ഒലിവുമലയിൽ പറയുക. ദാനിയേൽ ദീർഘദർശി എഴുതിയ അരുളപ്പാട് മുഖാന്തരം. അടുത്ത വായിച്ചാട്ടെ. வாசிக்கிறவன் சிந்திக்க கடவன். കാണുന്നവർ ചിന്തിച്ചുകട്ടെ. അടുത്തത്, நீங்கள் அதை பரிசுத்த ஸ்தலத்தில் நிற்க ആ காணும்போது യഹൂദന്റെ ദേവാലയ പരിശുദ്ധം സിനഗോഗ് അതാ ശൂന്യമാക്കുന്ന മ്ലേച്ഛത. വായിക്കാം മോളെ. யூதேயாவில் இருக்கிறவர்கள் மலைகளுக்கு ஓடிப்போக கடவர்கள். മലയിലേക്ക് ഓടിപ്പോകും. അടുത്തത്, வீட்டின் மேல் இருக்கிற മതി, നിർത്താം. കണ്ടോ? ഇനി ബൈബിൾ റിവേഴ്സ് ഞാൻ വായിപ്പിക്കുന്നില്ല. இனி நான் வேதத்தை வாசிக்க வைக்கவில்லை. എന്താ കാര്യം എന്നറിയാമോ? காரணம் என்ன தெரியுமா? ഈ കമ്പ്യൂട്ടറിനെ അവിടെ കൊണ്ടുവെക്കും. இந்த കணிനി அங்க கொண்டு வைப்பான். ഈ കമ്പ്യൂട്ടറിനെ യഹൂദൻ വണങ്ങുമോ? ஆமென். கம்ப்யூட்டரை யூதம் வணங்குவானா? ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. ஒரு விக்கிரகம் உண்டாக்கவே கூடாது. റഫറൻസ് പുറപ്പാട് 24 വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. யாத்திராகம் 24 வீட்ல போய் வாசிங்க. ആകാശത്തില്, மேலே வானத்திலே, കീഴെ ഭൂമിയില്, கீழே பூமியிலே, ഭൂമിക്കടിയിൽ വെള്ളത്തില്, பூமியின் கீழே தண்ணீரிலோ, എതിർ ക്രിസ്തു നീരെ റാഡ സോബിയ കമ്പ്യൂട്ടറെ കൊണ്ടുവച്ച് അതിനോട് യഹൂദനെ വണങ്ങാൻ പറഞ്ഞാൽ അവൻ വണങ്ങുമോ? இது எதையும் உண்டாக்க கூடாது என்று சொல்லி இருக்கும்போது இப்படிப்பட்ட கணினி மனுஷர்களை கொண்டு வைத்தால் அவன் வணங்க மாட்டான். അവന്റെ കടയിരിക്കുന്ന മോശയുടെ ന്യായപ്രമാണമായ அவனுடைய கரங்களில் இருக்கிறது மோசையுடைய நியாயப்பிரமாணம். അവൻ വണങ്ങത്തില്ല. அவன் வணங்க மாட்டான். அந்த എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ അവന്റെ തല വെട്ടും. அவன் அந்தி கிறிஸ்துவுடைய ராணுவ வீரர்கள் அதற்காய் தலைகளை வெட்டுவார்கள். IS-ന്റെ ആൾക്കാർ അവന്റെ തല വെട്ടുവെന്ന്. அவன் IS தீவிரவாதிகள் தலை வெட்டுவார்கள். അതാ കുഞ്ഞു വായിച്ചത്. അന്ന് മലകളിലേക്ക് അവർ ഓടിപ്പോകും. அதுதான் நாம் வாசிக்க கேட்டது. அவர்கள் மலைகளுக்கு ஓட கடவர்கள். രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, இன்னைக்கு இரவில் என்னை கவனிக்கிற தேவ பிள்ளையே, എതിർ ക്രിസ്തു ആലയം പണിഞ്ഞാൽ, அந்தி கிறிஸ்து ஆலயம் கட்டினால், ஒன்றாவது അവൻ കമ്പ്യൂട്ടറിനെ വെക്കും. அவன் கணினியை கொண்டு வருவான். സിറിയക്കാരൻ ചെയ്തതുപോലെ പന്നി അടിച്ച് ആലയത്തിൽ കയറ്റും. സിറിയാക്കാരൻ ചെയ്തது போல பண்டியை அனுமதிப்பான். അതാണ് രണ്ടാമത്തത് ചുവന്ന കുതിര. അവിടെ ഞാൻ തൊടുന്നില്ല. அதை குறித்து தான் இரண்டாவது சிவத்த குதிரை சொல்லப்படுகிறது. அப்படியானால் അന്നൊരു സംഭവം നടക്കും. அன்றைக்கு ஒரு சம்பவம் நடக்கும். യോഹന്നാൻ പറഞ്ഞു. யோவான் சொன்னது. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം
மூன்றாவது அதிகாரம் മൂന്നാമത്തെ തിരുവചനം மூன்றாவது வசனத்தில் യോഹന്നാന്റെ സുവിശേഷം 9:3 വായിക്കാം. யோவான் 9:3 வாசிக்கும் போது இயேசு பிரதியுத்தரமாக ആ அது இவன் செய்த பாவமும் இல்லை, ആ இவனை பெற்றவர் செய்த பாவமும் இல்லை, ആ தேவனுடைய கிரியைகள் இவனிடத்தில் வெளிப்படும் பொருட்டு இப்படி பிறந்தான். അടുത്തത് ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത, അതൊന്ന് ഏത് വാക്യമോളെ? മൂന്നാം ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. நான்காவது வசனம். பகற்காலம் இருக்கும் மட்டும் நான் என்னை அனுப்பினவருடைய கிரியைகளை செய்ய வேண்டும். ഞാൻ ഇനി അധികം നിങ്ങളോട് സംസാരിക്കത്തില്ല. അടുത്തത് ആർക്കും ഒരുവനും ക്രിയ ചെയ്യக்கூடாத രാക്കാലം രാത്രി വരുന്നു. ഒരുവനും ക്രിയ ചെയ്യக்கூடாத ராக்காலம் வருகிறது. ഇതാ വരുന്നത് ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി. இதோ வரப்போகிறது யாரும் கிரியை செய்ய முடியாத ராக்காலம். ഇത് യൂദനെ പറ്റിയാ പറഞ്ഞത്. ആമേൻ. ഇത് യൂദനെ കുറിച്ച് சொல்லுகிறது. കാഴ്ച കണ്ണ് തുറന്നവന്റെ കാര്യം പറഞ്ഞതിന് ശേഷം യേശു പറഞ്ഞ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി. ആമേൻ. കൺ திறக்கப்பட்டவனுடைய காரியத்தை சொல்லி கர்த்தர் சொல்லுகிறார், யாரும் கிரியை செய்ய முடியாத ராத்திரி. അപ്പോൾ യൂദന് പിടികിട്ടും. அப்பொழுதுதான் யூதன் புரிந்து கொள்வான். ആലയം പണിയും, ആലയം കട്ടപ്പെടും. വെള്ളക്കുതിരയുടെ പുറമോടിയിൽ, വെള്ളை കുതിരയുടെ സായലിൽ ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ വെക്കും. ആലയത്തിലെ കണിനി வைத்து യഹൂദൻ വണങ്ങത്തില്ല. യൂദൻ அதை வணங்க மாட்டார். തല വെട്ടിമാറ്റ്, തല വെട്ടപ്പെടും. പന്നി അടിച്ചിറക്ക്, പന്നി അങ്ങ് അനുവദിക്കപ്പെടും. പന്നിയുടെ രക്തം പണ്ട് അന്തിക്കോസ് എപ്പിഫാനോസ് ചെയ്തപോലെ യഹൂദന്റെ വായിലേക്ക് ഒഴിക്കും. അവൻ എപ്പിഫാസ് ചെയ്തതുപോലെ പന്നിயின் രക്തം യൂദൻ മേൽ തളിക്കപ്പെടും. അപ്പോൾ അവർ നിലവിളിക്കാൻ തുടങ്ങും. அப்பொழுது அவர்கள் கூக்குரலிட ஆரம்பிப்பார்கள். അതാ എന്റെ യേശു പറഞ്ഞ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി. அதுதான் இயேசு சொன்ன யாரும் கிரியை செய்ய முடியாத ராக்காலம். വചനത്തിന്റെ പൊരുളായി ഇന്ന് രാത്രി ഞാൻ പ്രസ്താവിക്കുന്നത്. வசனத்தின் அர்த்தத்தை இன்னைக்கு இரவிலே சொல்கிறேன். ഏറ്റെടുത്താൽ നിനക്ക് വിടുതല. இதை ஏற்றுக்கொள்ளும் போது உனக்கு விடுதலை. ഇത് പ്രവചനം മുഴുവൻ. இந்த தீர்க்கதரிசனம் முழுவதும் അന്നൊരു സംഭവം നടക്കും. அப்படி ஒரு சம்பவம் நடக்கும். യഹൂദൻ എവിടേക്ക് പോകും? யூதன் எங்கே போவான்? മലകളിലേക്ക് ഓടിപ്പോകും. மலைகளுக்கு ஓடி போவான். അന്നൊരു കരച്ചിൽ ഉയരും. அங்கே ஒரு கூக்குரல் உண்டாகும். സക്കറിയ പ്രവചനം സക്കറിയ ദീർഘദർശനം 10-ാം അധ്യായം 10வது அதிகாரம் 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അന്ന് യഹൂദന്റെ അവസ്ഥ 12-9-10 സക്കറിയ 12-9-10 വസനങ്ങൾ. വായിച്ചാട്ടെ മോളെ. സക്കറിയ 12-9-10. അന്നാളിൽ യെരുശലേമുക്ക് വിരോധമായി യെരുശലേം നിവാസികളുടെ മേലും എല്ലാ ജാതികളെയും ദാവീദ് ഗൃഹത്തിന്മേലും. അടുത്തത് நான் தாவீது குடும்பத்தாரின் மேலும் எருசலேம் குடிகளின் மேலும் கிருபையின் ஆவியையும் விண்ணப்பங்களின் ஆவியையும் ஊற்றுவேன். കരച്ചിലിന്റെ നാളെ യഹൂദന് വരുമെന്ന് ഇന്ന് മോഡി സാറിനോടും അമേരിക്കയോടും കൈ കൊടുക്കുന്നവൻ കരയാൻ പോകുന്നു. ആമേൻ. അവൻ അഴ വേണ്ടിയ കാലം അവനുക്ക് വരും. അടുത്ത വായിക്കാം മോളെ. அப்பொழுது அவர்கள் தாங்கள் குத்தின எண்ணெய் நோக்கி பார்த்து, കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരു പടയാളി യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവന്റെ ചങ്കിൽ നിന്ന് രക്തമൊഴുകി. കൽവാരി സിലുവയിലെ യേശുവിന്റെ മാർബില് ഒരു പടയാളി കുത്തുമ്പോൾ അവർ രക്തവും തണ്ണീരും വന്നത്. തീർന്നില്ല, അതോട് முடியவில்லை. അടുത്ത വാക്യം, അടുത്ത വസനം. ஒருவன் தன் ஒரே பேரானவர்க்காக புலம்புகிறது போல ആദ്യജാതനെ ചൊല്ലി അവൻ വിലപിക്കും. ഓ ഒരേ പേരാനുവനുക്കായി പുലമ്പുന്നത് പോലെ പുലമ്പുവാர்கள். പാസ്റ്റർ, യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്. യേശു சொன்ன ഒരു കാര്യമുണ്ട്. ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു. ഞാൻ പിതാവിൻ നാമത്തിൽ വന്നിരിக்கிறேன். നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. നിങ്ങൾ എന്നെ കൈക്കൊള്ളവിல்லை. മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും. ഇന്നൊരുവൻ തന്റെ സ്വന്തം നാമത്തിൽ വരുവാൻ. ആന്റിക്രൈസ്റ്റ് ദൈവാലയത്തിനകത്ത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൃഗത്തിന്റെ പന്നിയുടെ ഇതും കൊടുക്കുമ്പോൾ, അന്തിക്രിസ്തു ദേവാലയത്തിലുള്ള കണിനിയെയും പന്നിയെയും അനുവദിക്കുമ്പോൾ യഹൂദൻ നിലവിളിക്കും. യൂദൻ കൂക്കുരലിടുവാൻ. കുത്തിയവങ്കിലേക്ക് അവർ തിരിയും. കുത്തിനവർകളെ നോക്കി പാർപ്പാர்கள். 13 ഒന്ന് എടുത്തേരെ. 13 സക്കറിയ 13:1 എടുത്തേരെ. 13-ന്റെ 1-ാമത്തെ വാക്യം. அந்நாளிலே பாவத்தையும் அழுக்கையும் நீக்க தாவீது குடும்பத்தாருக்கும் எருசலேமின் குடிகளுக்கும் திறக்கப்பட்ட ஒரு ஊற்று உண்டாயிருக்கும். ഒരു ഉറവയെ ദൈവം തുറക്കും. പ്രവചനം. ആമേൻ. ദീർഘദർശനം ഒരു ஊற்றை கர்த்தர் திறப்பார். ഇന്ന് രാത്രി ഇன்றைக்கு இரவில യഹൂദൻ മടങ്ങി വന്ന് കരയാൻ തുടങ്ങും. യൂദൻ திரும்பி வந்து அழ ஆரம்பிப்பான். അയ്യോ, കാൽവറിയിൽ ഞങ്ങൾ തെറ്റിപ്പോയി. അയ്യോ, കൽവാരിയിലെ ഞങ്ങൾ തവറ് ചെയ്തു വിട്ടോം. എന്റെ പൊന്നു കർത്താവേ, ഞങ്ങളെ വിടുവിക്കണമേ. ആണ്ടവരേ, എങ്ങളെ നീർ വിടുവിക്ക വേണ്ടുമേ. ഇന്ന് രാത്രി ഇன்றைக்கு இரவில் അവന്റെ കണ്ണുനീരിന് മുൻപിൽ അവരുടെ കണ്ണുകൾക്ക് മുன்னால் സ്വർഗ്ഗം ഒരു ഉറവ തുറക്കും. ആമേൻ. அந்த கண்ணீருக்கு முன்னால் கர்த்தர் ஒரு ஊற்றை திறப்பார். നാഗർകോവിൽ കന്യാകുമാരി. ആമേൻ. നാഗർകോവിൽ കന്യാകുമാരി മാവട്ടത്തിൽ മനുഷ്യന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ടെസ്റ്റ് ചെയ്യും. മനുഷ്യന്റെ ശരീരത്തിന്റെ എല്ലാ ഉറുപ്പുകളും ശോധിക്കപ്പെടും. തലമുടി ടെസ്റ്റ് ചെയ്യും. தலைமுடியிலிருந்து நகம் டெஸ்ட் செய்யும். நகம் வரைக்கும் பல்லு டெஸ்ட் செய்யும். பல்லு சோதிக்கப்படும். கிட்னி டெஸ்ட் ചെയ്യും. കിഡ്നി ശോധിപ്പാங்க. ഇങ്ങ നാഗർകോവിൽ മാർത്താണ്ഡ കന്യാകുമാരി യഥവാ ലാബിന്റെ മുമ്പിൽ കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്നു വല്ലയിടത്തും എഴുതിയിരിക്കുക. ஏதாவது இடத்துல கண்ணீர் சோதிக்கப்படும் என்று எழுதப்பட்டிருக்கிறதா? അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് ഉണ്ട്. அப்படி அதை சோதிக்கிற ஒரு ലാബ് ഉണ്ട്. അതാ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ സന്നിധി. அதுதான் பரலோக தேவனுடைய சந்நிதி. 24 മണിക്കൂറും വർക്ക് ചെയ്യും. 24 மணிக்கூறும் அது செயல்படும். 7 days open. 7 நாட்களும் திறந்திருக்கும். 365 days
നോ ബന്ധ, നോ ഹർത്താല്, നോ ലോക്ക്ഡൌൺ. 365 നാட்களும் அதற்கு எந்த தடையும் கிடையாது. അതുകൊണ്ടാ പറഞ്ഞ ഇസ്രായേലിന്റെ പരിപാലകൻ. அதுக்காகவே தான் வேதம் சொல்லுகிறது இஸ்ரவேலை காக்கிறவர். മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, உறங்குவதும் இல்லை தூங்குவதும் இல்லை. കണ്ണുനീരിന്റെ മുൻപിൽ ഉറവ തുറക്കുന്നവനാ. கண்ணீருக்கு முன்னால ஊற்றை திறக்கிறவர். ഇന്ന് രാത്രി വചനം മനസ്സിലാകണം. இன்றைக்கு வசனத்தை புரிந்து கொள்ளுங்க. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ஆபிரகாமின் வீட்டிலிருந்து ആഗാർ ഇറങ്ങി. ஆகார் இறங்கி എന്താ സംഭവിച്ചത്? സംഭവിച്ചது என்ன? മരുഭൂ പ്രയാണത്തിൽ ஆமென். வனாந்தர யாத்திரையில் വീട്ടിൽ നിന്ന് കൊടുത്ത വെള്ളം തീർന്നു പോയി. வீட்டிலிருந்து கொடுத்த தண்ணீர் தீர்ந்து போனது. കാട്ടി കുഞ്ഞു കിടക്കാ പാസ്റ്റർ. ஆமென். வனாந்தரத்துல பிள்ளை இருக்கிறது. അമ്മയ്ക്ക് അറിയാം ചില നിമിഷം കഴിഞ്ഞാൽ കുഞ്ഞ് പോകും. அம்மாவுக்கு தெரியும் கொஞ்ச நிமிஷம் தாண்டும் போது பிள்ளை மரிக்கும். ആഗാർ മുട്ടുമടക്കി കരയാൻ തുടങ്ങി. ஆகார் முழங்கால் படிட்டு அழ ஆரம்பித்தாள். എന്താ സംഭവിച്ചത്? സംഭവിച്ചது என்ன? മരുഭൂമിയിൽ വെള്ളം കിട്ടുമെന്ന് വല്ലവർക്കും അറിയാമോ? ஆமென். வனாந்தரத்துல தண்ணீர் கிடைக்கும் என்று யாருக்கு தெரியும்? പക്ഷേ ഒരമ്മ കരയാൻ തുടങ്ങി. ஆனால் ஒரு தாய் அழ ஆரம்பித்தாள். ഒരു കുഞ്ഞിന്റെ നിലവിളി സ്വർഗ്ഗം കേൾക്കാൻ ஒரு തുടങ്ങി. பிள்ளையினுடைய அழுகை பரலோகம் ബേർശബ മരുഭൂമിക്കകത്ത് ஆமென். அந்த பெயர்சபா வனாந்தரத்தில் 400 മീറ്റർ താഴെ കിടന്ന വെള്ളത്തെ 400 மீட்டர் கீழே இருக்கிற தண்ணீரை ഒരു ഉറവ തുറന്നു കൊടുത്തവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ஒரு ஊற்றை திறந்து கொடுத்தவர் தான் நாம் ஆராதிக்கிற ഇന്ന് தேவன். രാത്രി അവൻ അസാധ്യമായിട്ട് ഒരു കാര്യമില്ല. இன்றைக்கு இரவில் அவரால கூடாத നിന്റെ കുടുംബത്തിനകത്ത് പ്രാർത്ഥന തുടങ്ങിയാൽ, ஓ உடைய குடும்பத்திற்குள்ள ஜெபம் ஆரம்பித்தால், നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീര് വീണാൽ, உடைய குடும்பத்துல கண்ணீர் சிந்தப்பட்டால், നീ വെളിനാട്ടിക്ക് പോകണ്ട, நீ வெளிநாட்டுக்கு போக നീ வேண்டாம், ചെന്നൈക്ക് പോകണ്ട, சென்னைக்கு போக നീ வேண்டாம், കേരളത്തിക്ക് പോകണ്ട, நீ கேரளாவுக்கு போக வேண்டாம். നിന്റെ ഭവനത്തിനകത്ത് ഉറവ തുറന്നു വരുവാ. உடைய குடும்பத்திற்குள்ள ஒரு ஊற்றை திறந்து தர ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്ത. நான் ஆராதிக்கிற தேவன் உண்மை உள்ளவர். കരമടിച്ച് കർത്തർക്ക് മഹിമ. ஆமென். கரங்களை தட்டி எல்லாரும் ஆண்டவருக்கு மகிமை செலுத்துங்க பார்க்கலாம். எல்லாரும் ஹalleluya. തീർന്നില്ല, அதோடு முடியவில்லை. പഴയ നിയമത്തെ മോശ. பழைய ஏற்பாட்டில் மோசே വല്ലവർക്കും അറിയാമോ? மோசே யாருக்கு தெரியும்? അയ്യോ, ജനിച്ചപ്പോ കട്ടക്കളത്തിൽ ജനിച്ചു വീണ മോശ. அவன் பிறக்கும் போதே கடினமான சூழ்நிலையில അവന്റെ பிறந்தவன். മുഖത്ത് ഒരു ഡിവൈൻ കെയർ ഉണ്ടായിരുന്നു. அவனுடைய முகத்துல ஒரு தெய்வீக ஒரு அனுபவம் உண்டாயிருந்தது. 40 വർഷം அவன் 40 வருஷம் എവിടെ? ഫറവോന്റെ കൊട്ടാരം. எங்கே? பார்வோனின் அரண்மனையில் 40 വർഷം 40 வருஷம் അമ്മായിയപ്പന്റെ ആടുകളെ. மாமனாருடைய ஆடுகளை மேய்க்கிறது. 100ാമത്തെ വർഷമാ ആ തേജസ് സ്വർഗം വെളിപ്പെടുത്തിയത്. 100வது வருஷத்துல தான் அந்த மகிமையை പിറന്നപ്പോ അവന്റെ മുഖത്തൊരു ഡിവൈൻ കെയർ ഉണ്ടെങ്കിലും பிறக்கும் போது அவனுடைய முகத்தில் இருந்த அந்த தெய்வீக ഓ மகிமை, സ്വർഗം അവനെ നോക്കി പറഞ്ഞു, മോശയെ പോലൊരു വിശ്വസ്തൻ. ஆமென். பரலோகம் அவனை பார்த்து சொன்னது, என்ற வீட்டில் எங்கும் உண்மை உள்ளவன். മോശ ജനിക്കുന്നതിന് മുമ്പ് மோசே பிறக்கிறதற்கு முன்னால் പിന്നെ അവനെതിരെ പോരാട്ടം. அவனுக்கு எதிராய் போராட்டம். എബ്രായ കുടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം തട്ടാനായിട്ട്, எபிரேய வீடுகளில் பிறக்கிற பிள்ளைகளை கொலை செய்ய வேண்டும், കുഞ്ഞുങ്ങളെ. ஆண் பிள்ளைகளை. ആ കാലത്ത് മോശ ജനിച്ചു. அந்த കാലத்துல மோசே பிறந்தான். 3 മാസം ഒളിപ്പിച്ചു വെച്ചു പാസ്. 3 மாதம் ஒளித்து வைத்தார்கள். ആ കുഞ്ഞിന് എത്ര ഒരു 3 കിലോ അല്ലെ 4 കിലോ വെയിറ്റ് കാണും. அந்த பிள்ளைக்கு 3-4 கிலோ வெயிட் இருந்திருக்கும். അവനെ ഒരു ഞാങ്ങട പെട്ടിക്കകത്ത് அவர்கள் ஒரு நாணல் பெட்டிக்குள்ள, ആരാ ഇപ്പുറത്തേക്കുന്ന മിരിയാം, ஆமென், யார் ஒளித்து பார்க்கிறது? மிரியாம். പശയും കീലും തേച്ച് നിൽക്കുക. உள்ளும் புறம்பும் பிசினும் கீழும் பூசி. മനസ്സിലാക്കണം, புரிந்து கொள்ளுங்க. പെട്ടി നൈൽ നദിയിൽ ഒഴുകാൻ തുടങ്ങി. பெட்டி நைல் நதியில போக ஆரம்பித்தது. ആര് കരഞ്ഞു? ஆமென். பிள்ளை அழுதது. അപ്പൊ അത് കഴിഞ്ഞിട്ട് മിരിയാം കരഞ്ഞു. ஆமென். மிரியாமும் அழுதிருப்பாள். സ്വർഗത്തിലെ ദൈവം பரலோகத்தின் தேவன் ഒരു 5G ഓൺ ചെയ്തു. ஒரு 5G ஆன் பண்ணினார். ഇന്റർനെറ്റ് എവിടെ പോയി? இன்டர்நெட் எங்க போனது? ഫറവോന്റെ കൊട്ടാരത്തിൽ. பார்வோனுடைய வீட்டிற்கு ആരാ വന്നത്? யார் வந்தது? ഫറവോന്റെ പുത്രി. பார்வோனுடைய குமாரத்தி. എവിടെ വന്ന്? எங்க வந்தாள்? നൈൽ നദി വന്നു. நைல் நதிக்கு வந்தாள். ഇന്ത്യയിലെ പ്രധാനമന്ത്രി இந்தியாவுடைய பிரதமர் മൻമോഹൻ സിംഗിന്റെ മകള് மன்மோகன் சிங்கினுடைய மகள் ഇങ്ക സ്രായംകുടി പുഴയെ കുളിക്കാൻ വരുവോ? ஸ்ராயங்குடி ஆற்றுக்கு குளிக்க வருவாளோ? നമ്മ തമിഴ്നാട് മുഖ്യമന്ത്രി നമ്മുടെ എടപ്പാടി പളനിസ്വാമി, அவன் தமிழ்நாடு முதலமைச்சர் எடப்பாடி பழனிசாமி, അദ്ദേഹത്തിന്റെ മകൾ സ്രായംകുടി ആറ്റി കുളിക്കാൻ വരുവോ? அவருடைய பிள்ளைகள் ஸ்ராயங்குடி ஆற்றுக்கு குளிக்க ഒരു வருவாங்களா? സഹോദരി പുഴപക്കത്ത് കരയാൻ തുടങ്ങിയപ്പോൾ, ஒரு சகோதரி ஆற்றங்கரையில் அழ ஆரம்பித்த போது, വാഗ്ദത്തമുള്ളവൻ പെട്ടിക്കകത്ത് കരയാൻ തുടങ്ങിയപ്പോൾ, வாக்குத்தத்தம் உள்ளவன் பெட்டிக்குள்ள இருந்து அழ ஆரம்பித்த போது, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ஓ கூடாதவைகளை கூட பண்ணுகிற தேவன் ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് பார்வோனுடைய அரண்மனையில் இருந்து അവന്റെ പുത്രിയെ அவனுடைய குமாரத்தியை കുളിക്കടവിൽ അയച്ചെങ്കിൽ, ஓ குளிக்கக்கூடிய இடத்துல கொண்டு வந்தார்கள். നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. ஓ சகோதரியே, உன்னுடைய நினைவுகள் அல்ல தேவனுடைய நினைவுகள், നിന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴി. உன்னுடைய வழிகள் அல்ல கர்த்தருடைய வழிகள். ആകാശം ഭൂമിക്കും ഇതേ ഉയർന്നിരിക്കുന്നത് പോലെ வானத்திற்கு பூமிக்கு எவ்வளவு உயரமா இருக்கிறதோ, ഇന്ന് രാത്രി പർവ്വതങ്ങൾ മാറും. ஓ இன்னைக்கு பர்வதங்கள் விலகி போகும், കുന്നുകൾ നീങ്ങി പോകും. ஓ குன்றுகள் மாறி போகும். എന്നാൽ ഇന്ന് രാത്രി ഗിലെയാദ് ஆனால் இன்னைக்கு இரவுல கீலியாத் അവന്റെ ദയ, അവന്റെ ദയ, அவருடைய അവന്റെ கிருபை, ദയ,
அவருடைய கிருபை നിന്നെ വിട്ടു പോകയില്ല. உன்னை விட்டு மாறுவதில்லை. മടിച്ച് കർത്താവിற்கு മഹിമ. எல்லாரும் கரங்களை தட்டி ஆண்டவருக்கு நன்றி செலுத்துக பார்க்கலாம். ஹalleluya. ഉറവയെ തുറക്കുക. ஓ ஊற்றை திறக்கிறவர் നിന്റെ കണ്ണുനീരിന്റെ മുൻപിൽ, உன்னுடைய கண்ணீருக்கு முன்னால் നിന്റെ തലമുറയ്ക്ക് വേണ്ടി உன்னுடைய பிள்ளைகளுக்காக തുറവ തുറക്കുക. ஓ ஊற்றை திறக்க കരുത്തുറ്റ ഒരു ദൈവത്തെയാ கருத்துள்ள ஒரு தேவனை நாம் രാത്രി ஆராதிக்கிறோம். വചനം ചലിക്കുമ്പോൾ തന്നെ இன்னைக்கு வசனத்தை கேட்கும் போது പൈശാചിന്റെ കെട്ടുകൾ മാറട്ടെ. பிசாசின் கட்டுகள் மாறட்டும். ആര് നിനക്കെതിരെ കൽപ്പന இயேசுவின் എഴുതിയ நாமத்தில் உனக்கு எதிராக அவன் கட்டி உயர்த்தினார். അവന്റെ കൊട്ടാരത്തിൽ ഇന്ന് രാത്രി വിടുതൽ നടക്കട്ടെ. ஓ அவருடைய அரண்மனைக்குள்ள இன்னைக்கு விடுதலை ആ சம்பவிக்கட்டும். എന്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. என் தேவனால் கூடாதது ஒன்றுமில்லை. ആഗാറിന്റെ പൈതലിന്റെ ജീവിതത്തിൽ, ஆமென். அந்த பிள்ளையுடைய வாழ்க்கையில், ഓ മോശ കുഞ്ഞിന്റെ ജീവിതത്തിൽ மோசே பிள்ளையுடைய வாழ்க்கையில் ഉറവ തുറക്കുന്ന ദൈവം ஒரு ஊற்றை திறந்து കൊടുത്ത தேவன் നിനക്ക് വേണ്ടി ഉറവ തുറക്കും. உனக்காக ஒரு ஊற்றை திறப்பார். രാത്രി എന്നെ കേൾക്കുന്ന ദൈവം, இன்னைக்கு இரவில் என்னை கவனிக்கிற தேவ பிள்ளையே, ദൈവ അനുകൂലമെങ്കിൽ கர்த்தர் நம் பட்சத்தில் இருக்கும்போது പ്രതികൂലം ആരെ? யார் நமக்கு எதிராக எழும்ப முடியும்? രാത്രി இன்னைக்கு இரவில் ആരാ കൽപ്പന എഴുതി? யார் கற்பனை எழுதினது? ഫറവോൻ. பார்வோன். വന്നതാരാ? வந்தது யாரு? അവന്റെ മോള. பார்வோனுடைய குமாரத்தி. ആര് നിനക്കെതിരെ കൽപ്പന എഴുതിയോ? யார் உனக்கு எதிராக கற்பனை எழுதுகிறார்களோ, ദേശത്ത് നിന്നെ പറപറപ്പിക്കുമെന്ന്, നിന്റെ വേലയെ തകർക്കുമെന്ന് പറഞ്ഞവന്റെ മക്കള് നിന്റെ സഭയിൽ കൊണ്ടിരുത്തുക. ஓ தேசத்திலிருந்து உன்னை துரத்துவோம் என்று சொன்னவருடைய பிள்ளைகளை கர்த்தர் உன்னுடைய சபைகளுக்குள்ளே கொண்டு வருவார். ഓ നിനക്കെതിരെ അപവാദം പറഞ്ഞ, உனக்கு எதிராய் தேவையில்லாததை சொன்ன, നിന്റെ മിനിസ്ട്രിക്കെതിരെ അപവാദം പറഞ്ഞ പാസ്റ്റർ, உன்னுடைய ஊழியத்திற்கு எதிராய் தேவையில்லாததை சொன்ன, നിനക്കെതിരെ പോസ്റ്റ് ഇട്ടവന്റെ മക്കളെ പോലെ നിന്റെ ആലയത്തെ കൊണ്ടുവന്ന് മുട്ടുമടക്കുക. உனக்கு எதிராய் பேசினுடைய பிள்ளைகளை ஆலயத்துல கொண்டு வந்து முழங்கால் படியிட வைக்க ദൈവശക്തനാ. தேவன் വല്ലமை உள்ளவர். മോശ കുഞ്ഞിന്റെ മാത്രമല്ല, மோசே பிள்ளைக்கு மட்டுமல்ல, അവനെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം അവൻ സമീപസ്ഥനാ. அவரை நோக்கி கூப்பிடுகிற எல்லாருக்கும் அவர் சமீபமா இருக்கிறார். ചരിത്രം മാറ്റി എഴുതി. உலக சரித்திரம் மாற்றி எழுதப்பட்டது. സഹോദരിമാരെ, சகோதரிகளே, പെറ്റമ്മ பெற்று தாய் കുഞ്ഞിന് പാല് കൊടുത്തിട്ട് ശമ്പളം മേടിച്ചിട്ടുണ്ടോ? பிள்ளைக்கு பால் கொடுத்து யாராவது சம்பளம் வாங்கி പക്ഷെ இருக்கிறாங்களா? മോശയുടെ അമ്മ കൊട്ടാരത്തിൽ നിന്ന് പാല് കൊടുത്തിട്ട് ശമ്പളം മേടിക്കാൻ ദൈവം ഇടയാക്കി. ஆனா மோசேயுடைய தாய் அரண்மனையில இருந்து பால் கொடுக்க, தன்னுடைய பிள்ளைக்கு பால் கொடுக்க சம்பளம் கிடைத்தது. നൈൽ നദി നിനക്കെതിരെ സ്രായംകുടിയിൽ ഒഴുകട്ടെ. ஆமென். நைல் நதி உனக்கு எதிராய் ஸ்ராயங்குழியில பாய்ந்து வரட்டும். രാജാവിന്റെ ഭൃത്യന്മാർ നിനക്കെതിരെ നിൽക്കട്ടെ. ராஜாவுடைய சேவகர்கள் உனக்கு எதிராய் நிற்கட்டும். അന്യനും പരദേശിയുമല്ല, നിന്റെ കണ്ണുകൊണ്ട് നിന്റെ വിടുതൽ സ്വർഗം നിന്നെ കാണിച്ചു തരും. அந்நிய கண்களால் அல்ல, உன்னுடைய சொந்த கண்களால் விடுதலை நீ பார்க்க முடியும். മിര്യാമേ, നിന്റെ സഹോദരൻ തകരത്തില്ല. മിര്യാമയുടെ സഹോദരൻ തകർന്നു പോവതില്ല. പ്രാർത്ഥിക്കുന്ന ആന്റി, ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് പറയുക, നിന്റെ സഹോദരൻ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. ജപിக்கிற ആന്റി, நான் ஆவியில் ஒரு செய்தி சொல்லுகிறேன். ஜெபிக்கிற உன்னுடைய சகோதரன் ஆமென் தகர்ந்து போக கர்த்தர் നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, പല നാட்களாய் நீ ஜெபிக்கிற காரியத்திற்குள், ഇന്ന് രാത്രി കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ, இன்னைக்கு இரவுல கன்வென்ஷன் ஜெபித்து முடிக்கும்போது, 2021 നിന്റെ സഹോദരന് വേണ്ടി അത്ഭുതത്തിന്റെ വഴി തുറക്കുക. 2021 ഉடைய സഹോദരങ്ങൾക്കായി കർത്തർ ഒരു അത്ഭുത വഴി തുറക്കുക. മദ്യപാന കെട്ടുകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അടിച്ചു മാറ്റുകയാണ്. ചില കുടിപ്പഴക്കത്തിൻ കെട്ടുകളെ പരിശുദ്ധ ആവിയാനവർ ഇന്നേക്ക് അറുത്തു മാറ്റുகிறார். കണ്ണുനീരിന് ഒരു മറുപടിയുണ്ട്. ഉന്റെ കണ്ണീർക്ക് ഒരു ബദലുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്. ഉന്റെ ജപത്തിற்கு ഒരു ബദലുണ്ട്. ആണ്ടവരിൻ വല്ലമ ഇന്ന് രാത്രി ചിലരെ മൂടിക്കൊണ്ടിരിക്കുക. ദേവന്റെ വല്ലമ ഇന്നേക്ക് ചിലർ മേലെ പായ്തുകൊണ്ടിരിക്കുന്നത്. നദി ഇവിടുന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക. നദിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. രാത്രി അഭിഷേകത്തിന്റെ ചാൽ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇന്നേക്ക് അഭിഷേകത്തിന്റെ ഒരു ഓട ഇങ്ങ് പായുகிறது. ഇന്ന് രാത്രി നീ ഏറ്റെടുത്താൽ നിന്റെ കുടുംബത്തിനകത്ത് അത്ഭുത വിടുതൽ എന്ന കർത്താവ് തരികയാണ്. ഇന്നേക്ക് ഇരവല നീ ഇதை ഏറ്റുകൊണ്ടാൽ ഉന്റെ കുടുംബത്തിൽ ഒരു വിടുതலை ആണ്ടവർ തരുகிறார். രാത്രി നീ ഇവിടെ ആരാധിച്ചാൽ ചെന്നൈ പട്ടണത്തിൽ നിന്റെ കിടക്കെ കിടക്കുന്ന സഹോദരൻ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പോവുകയാണ്. ഇന്നേക്ക് ഇരവല നീ ആരാധിക്കുമ്പോൾ ചെന്നൈ പട്ടണത്തിലെ പടുക്കയിൽ ഇരുന്നാൽ കൂടെ അങ്ങേ ഒരു വിടുതலை സംഭവിക്കാൻ പോകുന്നത്. അത്ഭുത രോഗശാന്തി ഇന്ന് രാത്രി വെളിപ്പെടാൻ പോവുകയാണ്. അത്ഭുത വ്യാധിൻ സുഖം ഇന്നേക്ക് ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്ന് രാത്രി കൺവെൻഷന്റെ അവസാന രാത്രി ഒഴുകുകയാണ്. പരിശുദ്ധാവിന്റെ കൃപ ഇന്ന് കൺവെൻഷൻ കൂടതിൻ കടേശി നാളിൽ വിശ്വസിക്കുന്നവർക്കായി ഉറവകളെ തുറക്കുക. വിശ്വാസിക്കുന്നവർക്കായി ഊറ്റുകളെ തുറക്കുക. നിനക്കൊരു ഇമിഗ്രേഷൻ തരുക. ഉനക്കൊരു ഇമിഗ്രേഷൻ തരുക. നിന്റെ കുഞ്ഞിന് ഒരു MBBS അഡ്മിഷൻ തരുക. നിന്റെ പിള്ളയ്ക്ക് ഒരു MBBS അഡ്മിഷൻ തരുക. എന്റെ ദൈവത്തിന്റെ സെക്കൻഡുകൾ മതി. എൻ ദേവനുക്ക് നൊടികൾ പോതും. ഓ നീ തകരാൻ കർത്താവ് അനുവദിക്കുകയില്ല. നീ ഉടൈந்து പോക കർത്തർ അനുവദിക്ക മാട്ടാർ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. കാറ്റ് കാണുകയില്ല. കാറ്റை കാണ മാട്ടീர்கள். മഴ കാണുകയില്ല. മഴയും കാണ മാട്ടീர்கள். എന്നാൽ ഇന്ന് രാത്രി നീ കുഴികളെ വെട്ടാമെങ്കിൽ, ஆனால் ഇന്നേക്ക് വിശ്വാസത്തോടെ വായ്ക്കായകളെ വെട്ടുക. നിന്റെ കുടുംബത്തിനകത്ത് നിറയ്ക്കുക. ഓരുടെ കുടുംബത്തിലെ തണ്ണീരാൽ നിറയപ്പെടണം. ഇന്നേക്ക് ഒരു വിടുതலை இரவாയിരിக்கிறது. രാത്രി അഭിഷേകത്തിന്റെ രാത്രിയാ. ഇന്നേക്ക് ഒരു അഭിഷേകത്തിന്റെ രാത്രി. ഓ something is happening in the night. ഓ ഇന്നേക്ക് ഇരവിലെ ചില അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പറയും അത് നടക്കത്തില്ല. ഓ ഊരുകാർ சொல்கிறது പോലെ നടപ്പതില്ല. ഇന്ന് രാത്രി വിശ്വാസത്തോടെ നീ ഗ്രൗണ്ടിൽ പറയണം. ഇന്നേക്ക് വിശ്വാസത്തോടെ ഇതർക്കുള്ള നീ ചൊല്ല വേണം. That means possible. ഇന്ന് രാത്രി എന്റെ കർത്താവിന്റെ കരം എന്റെ കൂടെയുണ്ട്. ഓ എന്റെ സൂഴ്നിലമേലെ കർത്തരുടെ കരം എന്നോട് കൂടെയുണ്ട്. അഭിഷേകം ഇന്ന് രാത്രി
ഇറങ്ങട്ടെ. അഭിഷേകം ഇന്നേക്ക് ഇരവിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ കൃപ ഇറങ്ങട്ടെ. പരിശുദ്ധാവിൻ കൃപ ഇറങ്ങട്ടെ. പുതിയ പാട്ട് ഇന്ന് രാത്രിയിൽ വരട്ടെ. പുതിയ പാടലുകൾ വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ കൃപ ഇന്ന് രാത്രി ഉച്ച മുതൽ ഉള്ളംകാൽ വരെ ചലിച്ചു തുടങ്ങട്ടെ. അഭിഷേകത്തിന്റെ കൃപ ഉച്ചം തല മുതൽ ഉള്ളംകാലുകൾ വരെ ദൈവദാസനെ ഇന്ന് രാത്രി നീ ആത്മാവിൽ ആരാധിച്ച നിന്റെ ചുറ്റോട്ട മണ്ഡലങ്ങളെ മാറ്റി എഴുതുക. സ്വർഗ്ഗത്തിലെ ദൈവത്തിന് കഴിയും. ഊഴിയക്കാരനെ നീ ആവിയോട് ആരാധിക്കുമ്പോൾ ഊഴിയത്തിന്റെ നിലമകളെ കർത്തർ മാറ്റി அமைப்பார்.